തിങ്കളാഴ്ച രാത്രി 7-നും 7:30-നും ഇടയ്ക്കാണ് സന്ധ്യ 3.5 വയസ്സുകാരിയായ കല്യാണിയുമായി ഈ പാറക്കടവ് പാലത്തിലെത്തുന്നത്. മൂഴിക്കുളം എന്ന പേര് കൂടിയുണ്ട് ഈ പാലത്തിൽ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ പാലത്തിൻ്റെ നടുക്ക് ഒരു രണ്ടാമത്തെ ഇതിൻ്റെ ഒരു തൂണുണ്ട്. ആ തൂണിൻ്റെ ഭാഗത്ത് എത്തിയപ്പോഴാണ് ഈ കയ്യിലെടുത്ത് പിടിച്ചിരിക്കുകയായിരുന്നു കുഞ്ഞിനെ എടുത്ത് അതേപോലെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. കുറച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തെളിവെടുപ്പ് നടത്തി കാണാം. അവിടെ ആ ഭാഗത്ത് എത്തിയപ്പോൾ അവിടെ നിന്നും ഒക്കത്തിരുന്ന കുഞ്ഞിനെ അതുപോലെ എടുത്ത് ഈ പുഴയിലെ കിഴക്ക് ഭാഗത്തേക്ക് എറിയുകയായിരുന്നു. അതായത് ഒഴുക്കിന് ഓപ്പോസിറ്റായിട്ട് എറിയുകയായിരുന്നു. അവിടേക്ക് എറിഞ്ഞതിന് ശേഷം ആ കുഞ്ഞ് മുങ്ങിത്താഴ്ന്നതിന് ശേഷം ഒഴുക്ക് കുറവായതുകൊണ്ട് തന്നെ അധികം ദൂരേക്ക് പോയില്ല. ഇവിടെയുള്ള രണ്ടാമത്തെ തൂണിൻ്റെ അടുത്തേക്ക് ആ കുഞ്ഞ് തട്ടിത്തടഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇവിടെ ഈ മഴ വെള്ളപ്പാച്ചിലിൽ ഒഴുകിയെത്തിയിരിക്കുന്ന പഴയ തടിക്കഷ്ണങ്ങളുമൊക്കെ കിടപ്പുണ്ട്. ആ ഭാഗത്ത് കുഞ്ഞ് തട്ടി നിൽക്കുകയായിരുന്നു. അവിടെ നിന്നുമാണ് സ്കൂബ ടീം അംഗങ്ങൾ ആ കുഞ്ഞിൻ്റെ ജീവനറ്റ ശരീരം ഉയർത്തിയെടുക്കുന്നത്. എന്തായാലും ഇപ്പോൾ ശാസ്ത്രീയ പരിശോധന പോലീസ് നടത്തുകയാണ്. ചെങ്ങമനാട് സിഐയുടെ നേതൃത്വത്തിൽ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി ഇതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകളൊക്കെ ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സന്ധ്യയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നാണ്. തെളിവെടുപ്പിനൊന്നും ഇവിടേക്ക് ഇപ്പോൾ എത്തിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ മാനസിക നിലയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഒരു മാനസികാസ്വാസ്ഥ്യമൊക്കെ പ്രകടിപ്പിച്ചതുകൊണ്ടും അവരെ ഇവിടേക്ക് കൊണ്ടുവരില്ല എന്നാണ് ചെങ്ങമനാട് CI ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഈ കുഞ്ഞ് വീണ് കിടന്ന സ്ഥലം അവർ വളരെ ദൂരെ നിന്നും ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. എനിക്ക് അവിടേക്ക് വരാൻ പേടിയാണ് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. ആ രീതിയിൽ മാനസിക നില ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം വൈകുന്നേരത്തോടുകൂടി സന്ധ്യയെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ തെളിവെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് കൃത്യമായി സന്ധ്യ പറഞ്ഞു തൻ്റെ ഒക്കത്തിരുന്ന കുഞ്ഞിനെ നടന്ന് പാലത്തിൻ്റെ ഒത്ത നടുവിലെത്തിയതിന് ശേഷം പാലത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് എറിയുകയായിരുന്നു. അതായത് ഒഴുക്കിന് ഓപ്പോസിറ്റ് എറിയുകയായിരുന്നു. അവിടെ നിന്നും കുഞ്ഞ് മുങ്ങി താഴ്ന്ന് പിന്നീട് ഈ ഒഴുകി എത്തി ആ രണ്ടാമത്തെ തൂണിൻ്റെ അടുത്ത് തട്ടിത്തടഞ്ഞ് നിൽക്കുകയായിരുന്നു എന്നാണ് കൃത്യമായി മൊഴി നൽകിയിരിക്കുന്നത്. ആലുവയിൽ നിന്നും അഭിഷേകത്തിനൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.